മോർണിംഗ്. അപ്പോൾ നമ്മുടെ ഇന്ന് പുതിയൊരു ദിവസം കേട്ടോ. ഇന്ന് സെപ്റ്റംബർ 3-ാം തീയതിയാണ്. നമ്മൾ ട്രെയിനിലാണ്. പിന്നെ നമ്മൾ കൊൽക്കട്ടയൊക്കെ കറങ്ങി വന്നിട്ടോ. സുന്ദർബാനൊക്കെ പോയി അന്ന് രാത്രിയായി. എന്നിട്ട് ഇപ്പം നമ്മൾ രാത്രി 11 മണി നമ്മളെ ട്രെയിനിന് പോകും. പിന്നെ ഡിന്നറൊക്കെ കഴിച്ച് കിടന്ന് ഇപ്പോൾ രാവിലെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് വന്നിട്ടുണ്ട്. എല്ലാം റെഡി ആക്കി. നമ്മൾ ഭുവനേശ്വറിലാട്ടോ ഇറങ്ങുന്നത്, കൊണാർക്ക് ടെമ്പിളിലൊക്കെ. അപ്പോൾ ഇന്ന് ലഗേജ് ഒന്നും കൊണ്ടുപോകണ്ട, നമ്മൾ റെഡി ആയിട്ട് പോയാൽ മതി. മഴയാട്ടോ നോക്കി. ഇന്നലെ സുന്ദർബാനിലെ ബോട്ടിങ്ങിന് നല്ല മഴയായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഇവിടെ എല്ലാം ഇപ്പോഴും മഴ പെയ്തുകൊണ്ടിരിക്കും. അവിടെ പഴംപുഴുങ്ങ വന്നിട്ടുണ്ട്. നമുക്ക് പുട്ടാട്ടോ, ഏത്തപ്പഴം പുഴുങ്ങിയത് പുട്ട്. അപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ കേട്ടോ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് കാണാം. ഓക്കെ. നമ്മുടെ പാടമൊക്കെ മാറിയിട്ടത് കോടം, മലയിൽ കോടം ഉണ്ടോ? നമ്മുടെ ഒറീസ കടന്നെന്ന് തോന്നുന്നു കേട്ടോ. പൊക്കത്തെ കോട ഞാൻ കിടക്കണേയിരുന്നു, കണ്ടില്ല. വീഡിയോ എടുക്കുകയാണ്. വേറൊരു പാലമുണ്ട്. ഞങ്ങൾ ഭുവനേശ്വർ ന്യൂ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. നമ്മളെ കൊണാർക്ക് സൺ ടെമ്പിൾ കാണാൻ പോവാണ്. നമ്മുടെ ട്രെയിൻ ഇവിടെ നമ്മളെ വെയിറ്റ് ചെയ്തുകൊണ്ട് കിടക്കും. നമ്മൾ ആദ്യം വന്ന നന്ദൻകാനൻ സുവോളജിക്കൽ പാർക്കിലാട്ടോ നമ്മൾ വന്നേക്കണം. ഇവിടെ മൺഡേ ക്ലോസ്ഡ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ടിക്കറ്റ് എടുക്കണം. അങ്ങനെ ഒഡീഷ നന്ദൻകാനൻ സുവോളജിക്കൽ പാർക്കിൽ എത്തിയിട്ടുണ്ട്. അങ്ങനെയുള്ള ടിക്കറ്റ് എടുത്ത് പാർക്കിന്റെ അകത്ത് കയറണ്ട്. ഇവിടെ വണ്ടി ഉണ്ട് കേട്ടോ. വണ്ടി കൊണ്ടതിന് എക്സ്ട്രാ ടിക്കറ്റാ. നമ്മളെ ചോദിച്ചപ്പോൾ ഒരാൾ 1000 റുപ്യൊക്കെ പറയുന്നുണ്ട് 3 പേർക്ക് കയറാനായിട്ട്. ഇപ്പൊ നമ്മള് ടിക്കറ്റ് എടുത്ത് 50 രൂപയുടെ 12 കിലോമീറ്റർ ഉണ്ട് ഇതിനകത്ത്. നമുക്ക് നടന്ന് കാണാം. നമ്മളകത്ത് കയറി. ഇതാണ് എൻട്രൻസ്. ഇവിടെ തോന്നുന്നു നമ്മള് ടിക്കറ്റ് കാണിക്കണ്ട. ഇവിടെ ബേർഡ്സിന്റെ കേട്ടോ. ലാൻഡ് ബേർഡ്, വാട്ടർ ബേർഡ് എന്നൊക്കെ ഉണ്ടായിരിക്കണം കുറെ എണ്ണം. ഇതിന്റെ മുകളിൽ കൂടെ കുരങ്ങൻ നടക്കുന്നുണ്ട്. റെപ്റ്റൈൽ പാർക്ക് ഉണ്ട്. സിൽവർ ഫെസന്റ് ആട്ടോ. 2 എണ്ണം ഉണ്ട്. ഒരു ബ്ലാക്കും ഉണ്ട്, ഒരു വൈറ്റും ഉണ്ട്. ഇതൊരു ഫെസന്റ് ആട്ടോ. നല്ല രസമുണ്ട് കാണാൻ. ഭയങ്കര ഡിസൈനൊക്കെ ഉണ്ട്. ഇവിടെ തത്തകളാട്ടോ.
ഇവിടെ വൾച്ചറാട്ടോ. അവിടെ ഉണ്ട് രണ്ടു, പക്ഷെ അങ്ങനെ കാണാൻ പറ്റണില്ല. അവിടെ അറ്റത്താണ്. ലവ് ബേർഡ്സ് ഒക്കെയാന്ന് തോന്നുന്നു. അവിടെ എമ്മു ഒക്കെ ഉണ്ട് കേട്ടോ. എമ്മു മാനികളാട്ടോ, ഇഷ്ടം പോലെ ഉണ്ട്. ഇവിടെ പുള്ളിമാനുകളുണ്ട് കേട്ടോ. നേരത്തെ കണ്ടതപ്പോ പുള്ളിമാനാണോന്ന് ഞാൻ നോക്കിയില്ല, അവിടെ ബോർഡൊന്നും ഉണ്ടായില്ല. ഒരു പരുന്ത് പോണ്. അവിടെ എന്തോ സൗണ്ട് കേൾക്കുന്നുണ്ട്, പക്ഷെ ആനിമൽസിനൊന്നും കാണാൻ വയ്യ. ഞാൻ ചില കുട്ടികളെ കൂവണേ. കൊരങ്ങന്മാരാട്ടോ, ആ പൊക്കത്തുണ്ട്. ഇവിടെ ഒന്നും കാണുന്നില്ല, പക്ഷെ കാട് പോലെയൊക്കെ ഇവര് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സ്കുറൽ മങ്കി. ഇതുണ്ടോ, ഹൂലോ ഗിബൺ എന്ന് പറഞ്ഞ മങ്കീസാണ്. അതാണ് ഈ കിടന്ന് കരയുന്നത്. പക്ഷെ നമുക്ക് അതിൻ്റെ ഉള്ളിൽ നിന്ന് കാണാൻ പറ്റണല്ലോ. ഈ മരത്തിന്റെ ഇടയിൽ നിന്ന് സൗണ്ട് മാത്രമേ കേൾക്കണുള്ളൂ. ഇത് ഹിപ്പോപ്പൊട്ടാമസ് അല്ലോ. ഹിപ്പോപ്പൊട്ടാമസ് കുഞ്ഞിനെ നോക്കിയേ, നല്ല രസം. ഇവിടെ വലിയ ഹിപ്പോ, എന്ത് വലുതോ, 3 ഉണ്ട്. അപ്പുറത്തെ കുഞ്ഞുള്ളതുകൊണ്ട് അവരെ മാറ്റിയിട്ടേക്കണെന്തോണ്ടാ. പ്രാവുകളൊക്കെ ഉണ്ട്, പ്രാവുകളൊക്കെ ಸಕ್ಕತ್ತಾಗಿ ಬರ್ತಾ ಇದೆ ನೋಡ್ರಿ ಅಲ್ಲಿ. അങ്ങനെയുള്ള റെപ്റ്റൈൽ പാർക്ക് വന്നിട്ടുണ്ട് കേട്ടോ. വലിയൊരു മുതല. നമ്മളില്ല വയറിന്റെ അടി കൂടെ കയറി പോണേ. ആമയൊക്കെ ഉണ്ട്. മഴ മാറിയുന്നോണ്ട് ഭാഗ്യമായി. ഇതിൻ്റെ ഉള്ളിൽ എന്തോ, അവിടെ എന്തോ ഉണ്ടല്ലോ. ഇവിടെ ഒരുത്തൻ ചുരുണ്ടുകൂടി കിടക്കണ നോക്കിയേ. പെരുമ്പാമ്പാണ് കേട്ടോ, പെരുമ്പാമ്പ്. ഇതാ ഇവിടെ കണ്ടോ. ഓന്തിന് നോക്കിയേ. ഓന്തല്ല കേട്ടോ, ഇഗ്വാനയാണ്. ആദ്യം നമ്മൾ കണ്ടത് ഇഗ്വാനയാണ് കേട്ടോ. എനിക്ക്
പച്ച കളറും. ഇത് ആമയാട്ടോ, ഇന്ത്യൻ സ്റ്റാർ ടോർട്ടോയിസ്. ഇവിടെ ക്രോക്കഡൈൽ ഉണ്ട് കേട്ടോ, പക്ഷെ നമുക്ക് അത് അടുത്തത് കാണാൻ പറ്റണല്ലോ. യെല്ലോ അനക്കോണ്ട, യെല്ലോ അനക്കോണ്ട. ചീങ്കണ്ണിയാട്ടോ, അവിടെ ഒരുത്ത നീന്തുന്നുണ്ട്. അവിടെ കൊക്ക് വന്നിട്ടോ, അവൻ വന്ന് അതുങ്ങളെ ഓടിക്കുവാ. കൊക്ക് എന്തോ പക്ഷികളുണ്ട് അവിടെ. ഘടിയാൽ ചീങ്കണ്ണിയാട്ടോ, ഘരിയാൽ എന്നൊക്കെയാണ്. ഇവിടെ മൊത്തം ചീങ്കണ്ണികളാട്ടോ. അത് കിടക്കണ നോക്കി, കൊക്കുകളൊക്കെ ഉണ്ട് കേട്ടോ. എല്ലാം അവിടെ നിരന്ന് കിടക്കുവാ. നമുക്ക് 2:30 തിരിച്ചു കയറാനുണ്ട്. ഞാൻ ചീങ്കണ്ണിയിലൊക്കെ അവിടെ നിന്ന് ഇറങ്ങിയപ്പോ ജിറാഫിനെ കാണാൻ പോവാം. അപ്പൊ കുറച്ച് ദൂരെ ഞാൻ ഓടണമായിരുന്നു. കുറേ ദിവസമായിട്ട് മോർണിംഗ് റണ്ണൊന്നും നടക്കണില്ല. എന്നാ പിന്നെ ഇവിടെ അതും കൂടെ ആയിക്കോട്ടെ വിചാരിച്ചു. ഇത് ജിറാഫിന്റെ രാജ്യം കേട്ടോ, ജിറാഫ് കൺട്രി. അവിടെ ഒരു ഇരിപ്പുണ്ട്. അയ്യോ, എനിക്ക് സൂമൊന്നും ചെയ്യാൻ പറ്റില്ല. നിനക്ക് കാണാൻ പറ്റുമായിരിക്കുമെന്ന് വിചാരിക്കുന്നു. ഒരുത്തൻ അവിടെ കിടക്കുക. ഇവിടെ ഒരുത്തൻ എന്തോ തിന്നുവാട്ടോ. അതിന്റെ പൊക്കത്തിനനുസരിച്ച് ആ ടബ് വെച്ച് കൊടുത്താണ് കഴിക്കാനുള്ള. ഇവിടെ നോക്കടാ, ഇവിടെ നോക്കടാ. അതിന്റെ മുഖം കാണാൻ പറ്റണല്ലോ, അത് തിന്നണേ. ഈ ഭാഗത്തുണ്ടോ ഓസ്ട്രിച്ച് ഒക്കെ. ഓസ്ട്രിച്ച്, ആന, ടൈഗർ, വൈറ്റ് ടൈഗർ ഉണ്ടെന്ന് പറഞ്ഞു. ഓസ്ട്രിച്ച്. നിങ്ങൾ അങ്ങ് ഒന്നും കാണാൻ വയ്യാട്ടോ. ഇതങ്ങ് അകത്തൊക്കെയാ. ഇത് അവിടെയാ നിക്കണം. 2:30 തിരിച്ച് വണ്ടി ചെല്ലണം. ഞാനിട്ട് ചില സ്ഥലം നല്ല ദൂരമുണ്ട്, ഞാൻ ഓടണേ. കണ്ട് വേർത്ത് വിളിച്ചിരിക്കുക. രാവിലെ മഴയുണ്ട്, ഇപ്പം മഴയൊക്കെ കുറഞ്ഞു. ഇപ്പം ഉഷ്ണമുണ്ട്. അപ്പോൾ ഞാൻ പെട്ടെന്ന് എത്താൻ വേണ്ടി ഞാൻ കുറച്ചു നേരം ഓടണമായിരുന്നു. ഓസ്ട്രിച്ച് എല്ലാം തിന്നണം. എനിക്ക് ബാക്കിൽ ഒരുത്തനുണ്ട്. ഇവിടെ ടൈഗർ ആട്ടോ പറഞ്ഞത്, പക്ഷെ ടൈഗറിനെ ഒന്നും ഇവിടെ കാണാനില്ല. എന്താ
ഇവിടെ എന്തോ കുളമൊക്കെ ഉണ്ട്. ഞാൻ പോട്ടെ, നേരമില്ല. ഇതാ അവിടെ കിടപ്പുണ്ട് കേട്ടോ ടൈഗർ. ആ മരക്കമ്പ് കണ്ടോ അതിന്റെ ബാക്കിൽ? അത് കിടക്കുവാടാ ചെരിഞ്ഞ. കടുവേനെ വിളിക്കണം എങ്ങനെയാന്ന് അറിയാൻ പാടില്ലല്ലോ. അത് ഉറങ്ങണേന്ന് തോന്നുന്നു. ഇത് വൈറ്റ് ടൈഗർ ആണെന്ന് കേട്ടോ. ഇത് റെഡ് കളറ് കുറവാ, വൈറ്റ് അധികം. അവിടെ കിടക്കണ കാണാമല്ലോ, ഒരെണ്ണേ ഉള്ളൂ. നമ്മുടെ ഫ്രണ്ട്സ് ഇവിടെ ഇരിപ്പുണ്ട്. ഉമ്മാരെണ്ട ക്യാമറയിൽ അടിച്ചോണ്ട് പോവുക. എൻ്റെ അമ്മ ഇവിടെ മൊത്തമാണല്ലോ. ആരൊക്കെയോ കാത്തിരിക്കുന്നു. അയ്യോ ഇവിടെ കേട്ടോ വൈറ്റ് ഇന്ത്യൻ ടൈഗർ. വൈറ്റ് ടൈഗറിനെ കാണിക്കണ്ടല്ലോ. കുരങ്ങന്മാരിക്കണ കാരണം നോക്കാൻ പറ്റല്ലോ. ഇതാ മരത്തിന്റെ താഴെ കണ്ടോ ആ തടിയെ കയറി കിടക്കുവാ. ഭയങ്കര വലുതാണല്ലേ. നമ്മുടെ സ്വന്തം ആനകളാട്ടോ ഇവിടെ. ഇന്ത്യൻ എലിഫന്റ്. ഇവിടെ ഇരുന്ന് കാണാന്ന് തോന്നുന്നു ആനെ. 2 ആനയുള്ളൂ കേട്ടോ. നമ്മുടെ കോടനാട്ട് ആശയെ പോലെ ആന കണ്ടാ ഇതെടുത്ത് ഇങ്ങനെ അടിച്ചോണ്ടിരിക്കുക. നമ്മളെ കോടനാട് വീഡിയോയില് കണ്ടില്ലേ ആശ എന്ന് പറഞ്ഞ. ടൈഗർ ആട്ടോ. 2 എണ്ണം ഉണ്ട്. ഒരെണ്ണം എന്താ അവിടെ കിടക്കുന്നു, ഒരെണ്ണം എന്താ അവിടെ മരത്തിന്റെ മണ്ടയ്ക്ക്. এইটার উপর এই যে পিয়ারটার উপরে শুয়ে আছে একটা। মাস্টার রে don't make sound. শরীর কোন একজন ঠ্যাং ধরবে, একজন হাত ধরবে, একজন মাথা ধরবে। കടുവളുടെ പേരാട്ടോ. അമിത്, അങ്കിത, ജയശ്രീ, ശ്രീ തൃപ്തി. ഇവിടെ സിംഹട്ടോ ഉള്ളത്. ഇത് അവിടെ കിടപ്പുണ്ട്. 2 എണ്ണം ഉണ്ട്. 2 സിംഹം. ഏഷ്യാറ്റിക് ലാൻഡ്. വീഡിയോ എടുക്കാൻ വേണ്ടി പറ്റില്ല. ആൾക്കാര് ചുമ്മാ എന്തൊരു ഒച്ച. സൽമാൻ ഇൻഡോറി. ഓ ഇത് ജക്കാളാന്നുണ്ടോ. ഫോക്സ്, ജക്കാള് 2 എണ്ണം ഉണ്ട്. അല്ല അവിടെ കുറെ എണ്ണം ഉണ്ട് കേട്ടോ. ആൾക്കാര് കിടന്ന് അലറി വിളിക്കണേണ്. സിംഹവും കടുവയൊക്കെ അങ്ങായിട്ടത്. അതുങ്ങളിങ്ങോട്ട് മഞ്ഞില്ല. എന്നിട്ട് ഇതുങ്ങള് കിടന്ന് അലറി വിളിക്കുവേ. ജക്കാൾ. ഈ ഒച്ച കേട്ടിട്ട് അതുങ്ങളൊന്നും അടുത്തേക്ക് വരത്തില്ല. ഇന്ത്യൻ ഗ്രേ വുൾഫ്. ഇന്ത്യൻ ഗ്രേ വുൾഫ് ആട്ടോ. ഇത് മുഴുവൻ ചീങ്കണ്ണിയാട്ടോ. ഞാൻ നേരത്തെ വന്നപ്പേ ഇവിടെ തിരക്കായതുകൊണ്ട് കേറിയില്ല. ഇതിനാ വലിയൊരു ആമയുണ്ട് കേട്ടോ. ചീങ്കണ്ണി ആമേനെ തിന്നൂല്ലേ. അമ്മമാരണങ്ങുന്നുണ്ട്. എല്ലാം കിടക്കും അങ്ങനെ.
ওপারে যাই তো